ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ സെൻറ്റിമെൻ്റൽ അനാലിസിസ് നടത്താനാണ് പോകുന്നത്. അത് ഹഗ്ഗിങ് ഫേസിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ ഗൂഗിൾ ആപ്സിൽ ഞാൻ പോയി, അതിനുശേഷം ഞാൻ അതിനൊരു നെയിം കൊടുത്തു, സെൻറ്റിമെൻ്റൽ അനാലിസിസ്. ഓക്കെ, പേര് കൊടുത്തു. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഹഗ്ഗിങ് ഫേസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫോമറെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇതിൽ പിപ്പ് ഇൻസ്റ്റാൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ട്രാൻസ്ഫോമേഴ്സ് കൊടുത്ത് ഞാൻ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്തു. അത് ട്രാൻസ്ഫോമർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻസ്റ്റാൾ ആയിട്ട് കുറച്ച് ടൈം എടുക്കും, അതൊരു വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹഗ്ഗിങ് ഫേസിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പൈപ്പ് ലൈൻ എന്ന് പറയുന്നൊരു ടാസ്കിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫ്രം ട്രാൻസ്ഫോമേഴ്സ് import പൈപ്പ് ലൈൻ. ഓക്കെ, അത് നമ്മൾ പൈപ്പ് ലൈൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മോഡലിന് നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സെൻറ്റിമെൻ്റൽ അനാലിസിസ് equal to പൈപ്പ് ലൈൻ ഓഫ് ഹൈഫൺ അനാലിസിസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഓക്കെ, സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന മോഡലിന് ഞാൻ ലോഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു വൈൽ ലൂപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, വൈൽ ട്രൂ. അതിൻ്റെ ഉള്ളിൽ ഞാൻ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ പറയുകയാണ് ടെക്സ്റ്റ് ടൈപ്പ് ടു എക്സിറ്റ്. ഓക്കെ, അത് ക്വിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുക എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതുവരെ ആ ഒരു ടൈപ്പ് ഞാൻ ക്വിറ്റ് എന്ന് പറയുന്നത് വരെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇഫ് സെൻറ്റൻസ് equal to get, അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അടുത്തായിട്ട് ചെയ്യുന്ന റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന സെൻറ്റിമെൻ്റൽ അനാലിസിസ് ഓക്കെ ഓഫ് എന്താണ് നമ്മുടെ സെൻറ്റൻസിനെ നമ്മൾ ഈ ഒരു സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വിട്ടു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് വരണേന്നുള്ളത്. ഓക്കെ, ഓക്കെ ഓക്കെ ഇപ്പം നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മളിനി ഈറ്റ് ബർഗർ. ഓക്കെ, ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ എന്താണ് അതിൻ്റെ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻ്റാണിത്. ഓക്കെ, ഇത് നെഗറ്റീവാണ് കണ്ടോ. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു സെൻറ്റിമെൻ്റൽ അനാലിസിസ് ആണ് ഇത് നടത്തുന്നത്. ഓക്കെ, ഇതിലെന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് അത് പോസിറ്റീവാണോ അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണോ അത് ആ ഒരു സെൻറ്റൻസിനുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവായിട്ടുള്ളൊരു ഇതാണോ എന്നുള്ളതാണ്, നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻ്റ് ആണോ ഉള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വഴി നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ക്വിറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം നമ്മൾ എക്സിറ്റ് ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.